ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ളത് എന്നോട് പേഴ്സണലായിട്ട് എല്ലാവരും ചോദിക്കുന്നതാണ്, 3 കുട്ടികളെയും കൊണ്ട് എങ്ങനെയാണ് ഒമാനിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നത്, എങ്ങനെയാണ് അവരെ ഹാൻഡിൽ ചെയ്യുന്നതെന്നൊക്കെ. എനിക്ക് 6 വയസ്സിന് താഴെയുള്ള 3 മക്കളാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അതൊക്കെയാണ്. അതുകൂടാതെ 2 റെസിപ്പീസും കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കുക്ക് ചെയ്യുന്ന ടൈമിൽ ഞാൻ മാക്സിമം അവരെ കിച്ചണിലേക്ക് കയറ്റാൻ സമ്മതിക്കലില്ല. കാരണം ഗ്യാസിൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നത് എനിക്ക് ഭയങ്കര പേടിയുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ആ ടൈമിൽ ഞാൻ അവർക്ക് എന്തെങ്കിലും സ്നാക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സോ കൊടുത്തിട്ട് അവർ കളിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടു കൊടുക്കും. ഇല്ലെങ്കിൽ ഗ്യാസിൻ്റെ അടുത്ത് വന്നിട്ട് 3 പേരും ഇങ്ങനെ കളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. അത് ഭയങ്കര ഡേഞ്ചറാണ്. പ്രത്യേകിച്ച് ഈ അധികം ഓയിലൊക്കെ വെച്ചിട്ടുണ്ടാക്കി നമ്മളിപ്പോൾ പൂരിയും നെയ്പ്പത്തിൽ അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കൂലേ, ആ ഒരു ടൈമിൽ കുട്ടികളെ മേത്തേക്ക് എണ്ണ തെറിക്കാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ആ ഒരു ടൈമിൽ മാക്സിമം അവരെ കിച്ചണിൽ നിന്ന് മാറ്റി നിർത്താം. ഞാനിപ്പോൾ അവർക്ക് കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഇത് കൊടുത്താൽ കുറച്ച് ടൈം അവിടെ അടങ്ങിയിരുന്നോളും. ആ ഒരു ടൈം കൊണ്ട് മാക്സിമം സ്പീഡിൽ ഞാൻ എൻ്റെ കിച്ചണിലെ പണി തീർക്കാൻ നോക്കും. 3 പേരെ ഒരേപോലെ ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് പാടാണ്. എന്നാലും അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ലാണ്ട് പോകുന്നുണ്ട്. ഇടയ്ക്ക് വരെ തല്ലുകൂടൽ മാത്രം സഹിക്കാൻ പറ്റാത്തത്. ഇതൊക്കെ കൊടുത്താലും ഇടയ്ക്കിടയ്ക്കൊന്നും ചെന്ന് നോക്കിയില്ലെങ്കിൽ എന്തെങ്കിലും പണി ഒപ്പിച്ച് വെക്കും 3 പേരും കൂടി. ഇവിടെ ഞങ്ങളുടെ റൂമിൻ്റെ ബാക്കിൽ ഒരു മസ്റയുണ്ട്. അവിടെ നല്ല ഫ്രഷ് കറിവേപ്പില കിട്ടും. അതുകൊണ്ട് കറിവേപ്പിലയൊക്കെ ഇഷ്ടം പോലെ കിട്ടും. ഇതൊരു ബോക്സിൽ ടിഷ്യൂ വെച്ച് സ്റ്റോർ ചെയ്യുന്നതാണെങ്കിൽ ഒരു 3 to 4 വീക്സ് എങ്ങനെയാണ് ഇതേപോലെ ഫ്രഷ് ആയിട്ട് കിട്ടും. എല്ലാവരും ഇങ്ങനെ തന്നെയായിരിക്കും ചിലപ്പോൾ ചെയ്യുക. പക്ഷേങ്കിൽ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ്. ഇങ്ങനെ സ്റ്റോർ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ. എനിക്കിതൊരു 2 ബോക്സിലേക്കുണ്ട്. ഞാൻ ഈ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ആവശ്യമായിട്ട് കറിവേപ്പില ഇടാം. പിന്നെ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് രാത്രിയാണ്. അങ്ങനെ രാത്രിയൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയത് ബട്ടൂരയും ഒരു ഫുൾ ചിക്കൻ്റെ ഒരു ഗ്രേവി പോലെയുമാണ്. അപ്പോൾ നമുക്ക് ബട്ടൂര എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നോർമലായിട്ട് ബട്ടൂര ഉണ്ടാക്കുക മൈദയിലാണ്. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് ആട്ടയിലാണ്, ഗോതമ്പ് പൊടിയിൽ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് പാലാണ് എടുത്തത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഈസ്റ്റും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 കപ്പ് ആട്ടയും 1 മുട്ടയും ആവശ്യത്തിനുള്ള ഉപ്പും 2 ടേബിൾ സ്പൂൺ നല്ല കട്ട തൈരും പുളിയില്ലാത്ത നല്ല കട്ട തൈരും ചേർത്ത് കുറച്ച് ഓയിലും ഒഴിച്ച് നല്ലപോലെ ഒന്ന് കുഴച്ച് ഒരു 2 hours ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇവിടെ ഇപ്പോൾ നല്ല തണുപ്പായതുകൊണ്ട് ഞാൻ ഓവനൊന്ന് പ്രീ ഹീറ്റ് ചെയ്ത് ഒരു 1/2 hour അതിൽ വെച്ച് കൊടുത്തതാണ്. നമ്മൾ നോർമൽ ടെമ്പറേച്ചറിൽ വെക്കുന്നതാണെങ്കിൽ ഒരു 2 hours എങ്കിലും നോർമൽ ടെമ്പറേച്ചറിൽ വെക്കണം. നല്ലോണം ലൂസാവാതെയും അധികം തിക്കാവാതെയും ഒരു മീഡിയം സൈസിൽ വേണം ഇത് കുഴച്ച് വെക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കേടും നല്ല കട്ട തൈര് പുളിയില്ലാത്ത കട്ട തൈര് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകവും 1 ചെറിയ കഷ്ണം സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് ഉപ്പ് ചേർക്കണേ, ഉപ്പ് ചേർക്കാൻ മറന്നുപോയി. ഉപ്പ് ചേർത്തൊന്ന് അരച്ചെടുക്കാം. ഉപ്പ് ചേർക്കുന്ന വീഡിയോ ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയതാണ്, അതാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത്.
ഇനി ഈ മസാല നമുക്ക് ചിക്കനിലേക്കൊന്ന് തേച്ച് ഒരു ഹാഫ് അവർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഹാഫ് അവർ കഴിഞ്ഞാൽ ഇത് നമുക്കൊരു കുക്കറിലേക്ക് മാറ്റി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 4 വിസിലൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഇനി ഇതൊരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നോർമലായിട്ട് നമ്മൾ ഇങ്ങനെ ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉള്ളിയൊക്കെ വഴറ്റിയിട്ടല്ലേ ഉണ്ടാക്കാറ്. ഇത് പെട്ടെന്നൊരു മടിയൊക്കെ പിടിക്കുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അടിപൊളിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമെങ്കിലും അടിപൊളിയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ചിക്കൻ വേവിച്ച ആ ഒരു വെള്ളത്തിലേക്ക് ഉള്ളിയും ഒരു തക്കാളിയും ഒരു ചെറിയ പീസ് ക്യാപ്സിക്കം ഇട്ട് ഒരു 2 വിസിലടിച്ചിട്ട് ഒന്ന് എടുക്കാം. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമ്മൾ ഇപ്പോൾ വേവിച്ച് വെച്ച ഉള്ളിയും ഇതൊക്കെയുള്ള മസാല അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. ആ ഒരു ടൈമിൽ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചിക്കനൊക്കെ നല്ല സെറ്റായി വരുമ്പോഴേക്കും നമുക്കിനി ബട്ടൂര പൊരിച്ചെടുക്കാം. ഇതൊന്ന് പരത്തി നമുക്കിഷ്ടമുള്ള ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് പരത്തിയെടുക്കുമ്പോൾ അധികം തിന്നാവുകയും ചെയ്യരുത്, അധികം കട്ടിയാവുകയും ചെയ്യാതെ ഒരു മീഡിയം സൈസിൽ വേണം ഇതൊന്ന് പരത്തിയെടുക്കാൻ. അധികം തിക്കായി പോയാൽ കഴിക്കാനൊരു സുഖം ഉണ്ടാവില്ല. അതേപോലെ അധികം നൈസായി പോയാൽ നമുക്ക് എടുക്കാനും ഫ്രൈ ചെയ്യുമ്പോൾ പൊട്ടിപ്പോവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഒരു തിക്നെസ്സിൽ വേണം പരത്തിയിട്ട് കട്ട് ചെയ്തെടുക്കാൻ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല പെർഫെക്റ്റായിട്ട് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് 2 സൈഡൊന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒട്ടും ഓയിലൊന്നും കുടിക്കാതെ നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടായി ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ അസ്സലാമു അലൈക്കും.